വെള്ളച്ചാട്ടം അടക്കമുള്ള മേഖലകളിൽ ഇന്നും പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഇന്നലെ വൈകുന്നേരം. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിന്റെ 9ാം നാളിലും കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈ, സൂചിപ്പാറയിലെ സൺറൈസ് വാലി, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ തുടങ്ങിയ ഇടങ്ങളിലാണ് തെരച്ചിൽ നടക്കുന്നത്. വ്യോമസേന ഹെലികോപ്റ്ററിൽ വിവിധ സേനാ വിഭാഗങ്ങളാണ് പരിശോധന നടത്തുന്നത്. മൃതദേഹം കണ്ടുപിടിക്കാൻ വൈദഗ്ധ്യം നേടിയ നായ്ക്കളെയും തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. സൂചിപ്പാറ മുതലുള്ള 6 കിലോമീറ്റർ ദൂരത്തിലാണ് പരിശോധന. ഏകദേശം ഒരു 10-20 വീടുകൾ ഇത് ഉണ്ട് ഇവിടെ. ഈ ഭാഗത്ത് തന്നെ ഈ ഭാഗത്തുണ്ട്. അതിൽ എത്ര പേർ, നിങ്ങൾ ഈ ദുരന്തത്തിന് ശേഷം എത്ര പേരെ ജീവനോടെ കണ്ടിട്ടുണ്ട്? ജീവനോടെ ഏകദേശം ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കണക്ക് ഇല്ല ആക്ച്വലി. പക്ഷെ ഇവിടെ ഈ വീട്ടിലെല്ലാ ആൾക്കാർ കുറച്ച് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. ഈ വീട്ടിലെ 4 പേരും മരണപ്പെട്ടു. ഈ വീട്ടിലെ ഒരാൾ മരണപ്പെട്ടു. മുകളില് നമ്മളെ മുഹമ്മദ്, കൂളിയോടെ മുഹമ്മദ്, അവരുടെ കുടുംബം, പിന്നെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. അതിൽ ഒരു മകനും ഒരു മകളും മാത്രമാണുള്ളത്. ഇവിടെ കംപ്ലീറ്റ് വീടായിരുന്നു. അങ്ങനെ ഇതിങ്ങനെ റോഡാണ്. ഈ റോഡിന്റെ ഇങ്ങേ വശം ഫുള്ള് വീടാ, മുകളിൽ താഴെ വരെ വീടാ. ഈ വീട്ടിലുള്ളവർ കംപ്ലീറ്റ് പോയി. മുകളിലൊരു കോളനി ഉണ്ട്. അപ്പോൾ കോളനിക്കാരെ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് മെമ്പർ ഇവരൊക്കെ വന്നിട്ട് മാറ്റി. അവർ ഞായറാഴ്ച മാറ്റി ചൂരമല സ്കൂളിലേക്ക്. അതിൽ ഒരാൾ ഇപ്പോൾ കാട്ടിൽ തന്നെ ഉണ്ട്, പുള്ളി വന്നിട്ടില്ല. ബാക്കിയുള്ളൊരു ക്യാമ്പിലുണ്ട്. ഇപ്പോൾ ഹൈസ്കൂളിന്റെ ക്യാമ്പിലുണ്ട്. ബാക്കിയുള്ള ഈ പ്രദേശത്തുള്ള ഈ ആളുകളെല്ലാം തന്നെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഈ വീടുകളിലൊക്കെ ആൾക്കാർ രാത്രി കിടന്നുറങ്ങിയവരാ. ഇതെല്ലാവരും നമ്മൾ വൈകുന്നേരം കണ്ടിട്ട് മുണ്ടക്കൈ ടൗണിൽ നിന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് വന്ന് ഇവരൊക്കെ ഇവിടെ നിന്നു. നമ്മളെ വീട് അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ആ മരം നിൽക്കുന്നില്ലേ, ആ മരം മുതലുള്ള വീടുകളിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് പോയവരാ. ഡാൻ കുര്യനും MG മിഥുനും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ഇപ്പോഴും നിരവധി 150-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്, മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. ഇന്നത്തെ തെരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത് ഡാൻ? ഏറ്റവും ദുരന്തത്തിന്റെ 9ാം ദിവസത്തിലും സജീവമായ തെരച്ചിലാണ് സൺറൈസ് വാലിയിലും നേരത്തെ സൂചിപ്പിച്ച പോലെ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും എല്ലാം ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ആ കാലാവസ്ഥ അത്ര അനുകൂലമാണ് എന്ന് തോന്നുന്നില്ല. ഇന്ന് മേഘാവൃതമാണ് ആകാശം. ഒരുപക്ഷെ ഇപ്പോൾ മഴ ചാറുന്നുണ്ട്. അത് ശക്തമായ മഴയായി മാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ നടക്കുന്ന പരിശോധനകൾ എത്ര കണ്ട സമയത്തേക്ക് ഇനി അങ്ങ് ഊർജിതമായി തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ സജീവമായി എല്ലാ സ്ഥലങ്ങളിലും എത്തി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായി വ്യോമസേനയുടെ ഈ ഹെലികോപ്റ്ററിനുള്ളിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥരുണ്ട്, സൈനിക ഉദ്യോഗസ്ഥരുണ്ട്, NDRF സംഘാംഗങ്ങളുണ്ട്. ഇവരെല്ലാം സംയുക്തമായാണ് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കടാവർ നായ്ക്കളെയും ഈ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ഈ സംശയമുള്ള സ്ഥലങ്ങളിലേക്ക് സ്പോട്ട് ചെയ്ത് അവിടെ എത്തിച്ചുകൊണ്ടാണ് ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാനമായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തെർമൽ ഇമേജിംഗ് നടത്തുന്നതിന്റെ സാധ്യതകൾ വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഊർജിതമായ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അങ്ങനെ 12 സ്പോട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അത് സെന്റിനൽ റോക്സിന് സമീപത്താണ്. ആ സെന്റിനൽ റോക്സിന് സമീപത്ത് ഈ തെർമൽ ഇമേജിംഗ് നടത്തിയ അതിൽ നിന്ന് ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിരവധി ഹിറ്റാച്ചികൾ ഒരുമിച്ച് ഒരേ സമയം ഈ സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 12 പോയിന്റുകളിലും ഒരേ സമയം പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തി. ഇന്ന് രാവിലെ മുതൽ ആ ഭാഗങ്ങളിൽ പ്രത്യേകമായ തെരച്ചിൽ നടക്കുകയാണ്. നമുക്കറിയാം, പുഞ്ചിരിമട്ടത്തിന് മുകളിൽ തൊട്ടാണ് ജനവാസ മേഖല. അവിടെ മുതൽ ഈ ഉരുൾ ഒലിച്ചിറങ്ങുന്ന സമയത്ത് ആ സ്ഥലങ്ങളിലെ എല്ലാ വീടുകളിലും ആളുകളുണ്ടായിരുന്നു. റോഡിന്റെ ഒരു വശത്തെ എല്ലാ വീടുകളിലും ആളുകളുണ്ടായിരുന്നു. ഇനിയും 152 പേരെ കണ്ടെത്താനുണ്ടെന്ന് സർക്കാർ ഔദ്യോഗികമായി പറയുമ്പോൾ 180-ലധികം ആളുകളെയാണ് കണ്ടെത്താനുള്ളതെന്ന് നാട്ടുകാരടക്കം പറയുന്നു. സ്വാഭാവികമായി ഈ ഒരു പശ്ചാത്തലത്തിൽ അത്ര പെട്ടെന്ന് തെരച്ചിലങ്ങ് അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. ഇനിയും മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമായ ശ്രമകരമായ ദൗത്യമാണ്.
അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയത് ഈ പൊതഞ്ഞ വെള്ളത്തിനുള്ളിൽ 3 ദിവസത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ അങ്ങനെ കിടക്കില്ല. കാരണം ശരീരഭാഗങ്ങൾ വേർപെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. ആ വലിയ വെല്ലുവിളികൾക്ക് നടുവിലാണ് ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. മണ്ണിൽ പൊതഞ്ഞുപോയ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദുഷ്കരമായ ശ്രമം രക്ഷാസേന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ ആ കാഴ്ചകളാണുള്ളത്. മിഥുൻ രാവിലെ മുതൽ പുഞ്ചിരിമുട്ടത്തും സൂചിപ്പാറയിലും അടക്കം ഈ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ, അതോടൊപ്പം സൈനിക ഉദ്യോഗസ്ഥരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമൊക്കെ പരിശോധനകൾ നടത്തിയ സ്ഥലത്ത് നേരിട്ട് പോയി ആ കാഴ്ചകൾ ഇന്ന് രാവിലെ മുതൽ കണ്ടതാണ്. മിഥുൻ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇന്ന് ഈ തെരച്ചിലിന്റെ 9ാം ദിവസത്തിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? ഞാൻ തീർച്ചയായും ഇന്ന് രാവിലെ നമ്മൾ പുഞ്ചിരിമട്ടത്ത് പോവുകയും ചെയ്തു. അവിടുത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അവിടെ ഇപ്പോൾ ഈ പ്രദേശവാസികൾ, അതായത് ആദ്യഘട്ടത്തിൽ 29ാം തീയതി തന്നെ അവിടെ നിന്ന് പലായനം ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം വാർഡ് കൗൺസിലർമാർ വന്ന് നൽകിയിരുന്നു ഈ പുഞ്ചിരിമട്ടത്തെയുള്ള ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക്. അവർ അതിൽ നിന്ന് ആ ഒരു വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്ന് മാറി താമസിച്ചവരുണ്ട്. ഒപ്പം തന്നെ അവിടെ നിന്ന് ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് കൂടി കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലമല്ലേ എന്ന് കരുതി മുണ്ടക്കൈ പ്രദേശത്ത് മാറി താമസിച്ചവരുമുണ്ട്. അത്തരത്തിൽ താമസിച്ചവർക്കാണ് പിന്നീട് ഈ ഉരുളി പൊട്ടി വരുന്നത്. ഏകദേശം ഒരു 1:45 കൂടിയാണ് ഈ ഒരു പൊടുന്നതിനുള്ള ശബ്ദമുണ്ടായി ആദ്യ ഉരുൾ പൊട്ടുന്നത്. ആ സമയത്ത് ഇവർ പ്രതീക്ഷിച്ചിരുന്നത് എന്താ, സാധാരണ രീതിയിൽ ഇത്തരത്തിൽ 2020-ലും സമാനമായ രീതിയിൽ ഒരു ഉരുൾപൊട്ടുകയും ഒപ്പം തന്നെ 2 വീടുകൾ ആ സമീപ പ്രദേശത്ത് പുഞ്ചിരിമട്ടത്തെ ആ കോളനിക്ക് താഴെയുള്ള നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കാണിച്ചതുപോലെയുള്ള ആ പ്രദേശത്ത് 2 വീടുകൾ അന്ന് നഷ്ടമാവുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും, വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നുള്ള കാര്യം മാത്രമായിരുന്നു ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് കാര്യങ്ങളെല്ലാം മാറിമറിയുന്നതാണ് കാണാൻ സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്ത് മാറി താമസിച്ചവർ ഉൾപ്പെടെയുള്ളവർ ഒലിച്ചു പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രദേശവാസികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒപ്പം തന്നെ മേപ്പാടി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ച ഈ പ്രദേശവാസികൾ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. അവരുടെ വീടുകളും അവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അവിടുത്തെ ഒരു അവസ്ഥയൊക്കെ കാണുന്നതിന് വേണ്ടി അവിടേക്ക് അവർ വരുന്നുണ്ട്. അവർ വരുമ്പോൾ അവർ ജനിച്ചു വളർന്ന വീടുകളൊന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. പൂർണ്ണമായും അത് ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചത്. ഇന്ന് NDRFന്റെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ തെർമൽ സ്കാനിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒപ്പം തന്നെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സ്കാനിംഗ് പരിപാടികളും ഒപ്പം തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സിഗ്നൽ ലഭിക്കുകയെങ്കിൽ അവിടെ കൂടുതൽ പാറകഷ്ണങ്ങൾ, ഏറ്റവും വലിയ പാറകൾ, അതായത് 3-4 ആനകൾ എത്രത്തോളം ഉണ്ടോ അത്രയും വലിപ്പമുള്ള പാറകളാണ് വന്ന് അടിഞ്ഞു നിൽക്കുന്നത്. ഒരു കാര്യം ഇതിന് എനിക്ക് തോന്നുന്നത് നമുക്ക് പിന്നിൽ ആ കാഴ്ചയുണ്ട്. ഇവിടെ നിന്ന് ഈ ദുരന്തമുണ്ടായ സ്ഥലം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ പോലും അങ്ങനെയൊരു ഈ വെള്ളാർമലയുടെ ഒരു ചെറിയ ഭാഗം അടർന്നിട്ട് ഇങ്ങനെ 2 ഗ്രാമങ്ങൾ അപ്പാടെ ഒലിച്ചു പോയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. ആ കാഴ്ച നേരിട്ട് നടന്നുപോയി കണ്ടാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ എന്താണ് ആ ദുരന്തത്തിന്റെ ഭീകരതയെന്ന്. അത് ഞങ്ങൾ ഇന്നലെ സംസാരിച്ച ചിലർ പറഞ്ഞത് ഈ പുഞ്ചിരിമുട്ടത്തിന് മുകളിൽ, അതായത് ഈ മനുഷ്യവാസമുള്ള വെള്ളാർമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് നിന്നുള്ള ആളുകളടക്കം ഇങ്ങനെ മഴ കനത്ത് പെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ 29ാം തീയതി രാവിലെ മുതൽ മാറി താമസിച്ചിരുന്നു. അവർ സുരക്ഷിത സ്ഥലമെന്ന് കണ്ടെത്തി മാറി താമസിച്ച ചൂരൽമലയിലേക്കും മുണ്ടക്കയിലുമാക്കിയത്. അതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയധികം വർദ്ധിപ്പിച്ചത്. എന്നോട് ഇന്നലെ സംസാരിച്ചവർ പറഞ്ഞത് ഇവിടെ തന്നെ, അതായത് പുഞ്ചിരിമട്ടത്തെ തന്നെ റോഡിന്റെ ഒരു വശത്തായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. കാരണം ആ പ്രദേശത്ത് നമ്മളിന്ന് പങ്കുവെച്ചൊരു ചേട്ടനുണ്ടായിരുന്നു, അതായത് പ്രശാന്ത് എന്ന് പറയുന്ന ചേട്ടൻ. അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് അവർ ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് ഇതിന് മുകളിൽ ഒരു റിസോർട്ടുണ്ട്, ആ റിസോർട്ടിലേക്ക് പോയി. ആ റിസോർട്ടിൽ പോയ ആ ഉണ്ടായിരുന്ന 25ഓളം പേരും രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ ദുരന്ത നിവാരണ അതോറിറ്റി സേനാ അംഗങ്ങളെല്ലാം തന്നെ എത്തി പിന്നീട് അവരെ രക്ഷിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ മുണ്ടക്കൈയിലേക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന മുണ്ടക്കൈ, ചുരൽമല അടക്കം ഉള്ള പ്രദേശങ്ങളിലേക്ക് പോയവർക്കാണ് ഇത്രയും ജീവഹാനി ഉണ്ടായത്. അവരിപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയത്തില്ല. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എസ്റ്റേറ്റ് ലയങ്ങളുണ്ട്, നിരവധി റിസോർട്ടുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്. ഇവിടെയൊക്കെ നിരവധി അതിഥി തൊഴിലാളികൾ ജോലി നോക്കിയിരുന്നു. ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല, ഇവരെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇവരുടെ മൃതദേഹങ്ങളോ അങ്ങനെയൊന്നും തന്നെ നമുക്ക് ഇതുവരെയും കണ്ടെത്തതായിട്ടുള്ള യാതൊരുവിധ വിവരങ്ങളുമില്ല. ഇതിനിടയിൽ മഴ തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മഴ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് വ്യോമസേന നടത്തുന്ന ഏറ്റവും ദുഷ്കരമായ തെരച്ചിൽ ഇനി അങ്ങോട്ട് എങ്ങനെ തുടരാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസവും മഴ പെയ്തിരുന്നു, പക്ഷേ ഇന്നലെ മഴ മാറി നിൽക്കുകയായിരുന്നു. ആ ഒരു ആശ്വാസത്തിലായിരുന്നു. ഉൾവനത്തിൽ നമുക്കങ്ങ് അത്ര പെട്ടെന്ന് എത്തപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് വിദഗ്ധ സംഘം ഈ പരിശോധനകൾക്ക് വേണ്ടി പോകുന്ന ഒരു സാഹചര്യം ഇന്നലെ രാവിലെ മുതൽ ഉണ്ടായത്. പക്ഷേ അതിനൊരു ചെറിയ തിരിച്ചടി ആകുന്നു ഇന്ന് ഇപ്പോൾ ഈ പെയ്തു തുടങ്ങിയിരിക്കുന്ന മഴയെന്ന് വേണം പറയാൻ. മേഘാവൃതമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ശക്തമായ രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 1-2 തവണ കൂടി മഴ അതിശക്തമായി പെയ്താൽ
ഇപ്പോൾ നടക്കുന്ന ഈ തെരച്ചിൽ, അതായത് 12 സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ തെരച്ചിൽ കുറച്ചുകൂടി ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക, അല്ലെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ സൂചിപ്പാറ അടക്കമുള്ള മേഖലകളിലാണ്. അവിടേക്കൊന്നും തന്നെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരച്ചിലൊന്നും തന്നെ ആളുകൾക്ക് അങ്ങോട്ട് പെട്ടെന്ന് എത്തിച്ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. അവിടെയാണ് ഈ ഒരു ഹെലികോപ്റ്റർ മാർഗമുള്ള ഒരു സംഘം ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളത്. അത് അത്തരത്തിൽ അവിടെയൊക്കെ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 18 പേരടങ്ങിയ സംഘം NRFന്റെ മലപ്പുറത്തു നിന്നുള്ള ഒരു വിദഗ്ധ സംഘമുണ്ടായിരുന്നു. അവരവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അവരവിടെ നിന്നൊരു മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു. ആ സമയത്താണ് അവർക്ക് തിരിച്ച് കയറാനാകാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. പിന്നീട് അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമൊക്കെ നോക്കുകയും ചെയ്തു. പക്ഷേ ആ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുകയും പിന്നീട് 18 പേരെയും മറ്റൊരു മാർഗത്തിലോടുകൂടി ഈ SOG ടീമിന്റെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഒക്കെ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് അവരെ പിന്നെ തിരികെ രക്ഷിച്ചു കൊണ്ടുവരികയും ചെയ്തു. ആ വരുന്ന വഴിയിൽ കൂടി ഒരു മൃതദേഹം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. കൂടാതെ അവിടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ തോട്ടം മേഖലയാണ്. ഒപ്പം തന്നെ വെള്ളച്ചാട്ടത്തിന്റെ സൈഡുകളിലൊക്കെ മരങ്ങളും ഈ മണ്ണുകളും പാറക്കല്ലുകളും ഒക്കെയായി അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി പരിശോധന നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ കാര്യത്തിൽ, അതായത് ഈ പരിശോധന വ്യാപകമായി പല സ്ഥലങ്ങളിലും തുടരുകയാണെങ്കിലും ഇപ്പോഴും പ്രേക്ഷകർക്ക് സംശയമുള്ളൊരു കാര്യം, അതായത് ഈ വെള്ളാർമലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഈ ഉരുൾ പൊട്ടി വരുമ്പോൾ ആദ്യമുള്ള സ്ഥലം എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടമാണ്. പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്തെ തുടച്ചു നീക്കി, അതിന്റെ ഭാഗികമായി അത് തുടച്ചു നീക്കപ്പെട്ട് ഉരുൾ പൊട്ടി താഴേക്ക് വരുന്നു. ആദ്യം പുലർച്ചെ 1 മണിക്കാണ് ഉരുൾ പൊട്ടുന്നത്. അതിന് പിന്നാലെ എല്ലാവരും സുരക്ഷിതമായി എത്തിയതാണ് തൊട്ടു താഴെയുള്ള മുണ്ടക്കൈ മസ്ജിദിന് സമീപത്തേക്കടക്കം രക്ഷ തേടിയെത്തിയ ആളുകളുണ്ടായിരുന്നു. രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ഒലിച്ചു പോകുന്നു. മൂന്നാമത് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ ചൂരൽമല, അത് മുണ്ടക്കൈക്ക് താഴെയാണ്. ആ ചൂരൽമലയുടെ ഒരു ഭാഗം ഓർമ്മയായിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോഴാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് അത് നമുക്ക് ഇവിടെ നിന്നാലേ മനസ്സിലാകുകയുള്ളൂ. അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കില്ല. ഒരുപക്ഷെ നമുക്ക് പോലും തന്നെ, ഞാൻ ഇതിനു മുമ്പ് ഈ സ്ഥലത്ത് വന്നിട്ടില്ലായിരുന്നു. ഇതിനു മുമ്പ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്ന്, നമുക്ക് ഇവിടെ എത്രത്തോളം വീടുകളുണ്ട് എന്ന് നമ്മൾക്ക് കണ്ടിരുന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ഇത്രയും അധികം വീടുകളുണ്ടായിട്ട് അതിന്റെ അടിത്തറ അടക്കം ഈ ഒഴുകി പോകുന്ന തരത്തിലേക്ക് പോയി എന്നുള്ള അത്രയും ദുഃഖകരമായിട്ടുള്ള, അത്രയും ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഈ താഴെ, അതായത് ഇന്നലെയൊക്കെ നമ്മൾ ചൂരൽമലയിൽ നിന്നൊക്കെ നിന്നപ്പോൾ സമയത്തൊക്കെ ഇവിടെ വലിയ കൂറ്റൻ പാറകളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുകളിലേക്ക് പോകും തോറും ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ട് ഈ വെള്ളാർമലയിലേക്ക് പോകാൻ. പുഞ്ചിരിമട്ടത്തേക്കൊക്കെ പോകാൻ 6 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ പോകുന്ന വഴികളിലെല്ലാം തന്നെ ഇത്രയും കൂറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു 3-4 വീടുകൾ ചേരുന്ന വലിപ്പമുണ്ട് ഓരോ പാറ. അത് ശരീരത്തിൽ പതിച്ചാൽ നമ്മള് ഈ ചമ്മന്തിക്ക് തേങ്ങ അരയ്ക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരമായി പോകും. അതാണ് കാരണം അത്രയും ഈ പലരും ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ അംഗങ്ങളൊക്കെ നമ്മോട് പങ്കുവച്ച ഒരു കാര്യമുണ്ട്. ഇവരിൽ പലരെയും പിന്നീട് രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഇവർ കരഞ്ഞുകൊണ്ടൊക്കെ ഓടി വരുന്നവരെ പലരുടെയും മുഖത്ത് ഉള്ള ഈ പാറ വന്ന് വീണ് ചതഞ്ഞരഞ്ഞ് കൈകളും കാലുകളും ഒക്കെ പോയി കിടക്കുന്ന അവസ്ഥയിലേക്ക് അവരെയൊക്കെ രക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അവർ പലരും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിലായിരുന്നു പലരുടെയും അവസ്ഥയെന്നുള്ളത്. എനിക്ക് ഏറ്റവും വേദന ഉള്ളതായി തോന്നിയത്, നമുക്കറിയാം ഇവിടേക്ക് കയറി വരുന്ന ബെയിലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു സമയമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തെ മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലം ഒലിച്ചു പോയി. അവിടെ സൈന്യമെത്തി ബെയിലി പാലം എത്തിക്കുന്നത് വരെ അവിടെ നിന്ന് മുകളിൽ നിന്ന് പുഞ്ചിരിമട്ടത്ത് നിന്ന് പരിക്കേറ്റ് താഴേക്ക് എത്തിക്കാൻ കഴിയാതിരുന്ന നിരവധി ആളുകളുണ്ട്. 3 ദിവസം ആ ചെളിക്കുണ്ടിനിടയിൽ കയ്യും കാലും നഷ്ടപ്പെട്ട് ഈ അതിവേദന സഹിച്ച് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവരവിടെ കിടന്നുവെന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ ഒരു യാതന നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ മരിച്ചു ജീവിക്കുന്ന അവരായിരിക്കും ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാലം, താൽക്കാലിക പാലം, ബെയിലി പാലം തയ്യാറാക്കുന്നതിന് മുമ്പ് താൽക്കാലിക പാലം തയ്യാറാക്കിയിരുന്നു. അതിനും കുറേയധികം സമയമെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഇവിടെ എത്തി അവർ സിപ്പ് ലൈൻ തയ്യാറാക്കിയിരുന്നു. റോപ്പ് കെട്ടി സിപ്പ് ലൈൻ തയ്യാറാക്കി അതിനു മുമ്പേ ലാഡർ ഉപയോഗിച്ചുകൊണ്ട് മറുകരയിലേക്ക് കടക്കാനുള്ളൊരു ബുദ്ധി അവർക്ക് അപ്പോൾ തോന്നി. ആ സമയത്ത് അത് കൃത്യമായി തന്നെ ചെയ്തു. അപ്പുറത്ത് പോയി ആ ഒരു റോപ്പ് കെട്ടി. ആ സമയത്തൊക്കെയാണ് ഒരു കൊച്ചുകുട്ടിയെ, അതായത് 3 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയൊക്കെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരിങ്ങനെ മാറോട് ചേർത്തുകൊണ്ട് അവർ ഇപ്പുറത്തേക്ക് മറുകരയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം,
ഇന്ത്യൻ സൈന്യം നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അഭിമാനമായ സൈന്യം അവർ കൂടി ഇവിടെ എത്തിയതുകൊണ്ട് മാത്രമാണ് ഈ രക്ഷാദൌത്യം ഇത്ര കണ്ട് ശ്രമകരമായ ദൌത്യം ഇത്രയും വിജയകരമായി ഒരു പരിധിവരെയെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴും ഈ ദുരന്തമുഖത്തു നിന്ന് 1500-ലധികം ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ജീവൻ പണയപ്പെടുത്തി ആ ദൌത്യത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ അഗ്നിശമന സേനയിലെ യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ. അവർ ജീവൻ പണയപ്പെടുത്തി തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ആ ദൌത്യത്തിന്റെ ഭാഗമായി തീർന്നത്. അവരെ നമ്മൾ ഈ ഘട്ടത്തിൽ കൃത്യമായി തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ കൽപ്പറ്റ മേപ്പാടി പോലീസ് സ്റ്റേഷനിലൊപ്പം പറയേണ്ട മറ്റൊരു കാര്യവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ കൃത്യമായി ആദ്യം അവരാണ് ഇവിടേക്ക് എത്തിയത്. ആദ്യം എത്തി അവരുടെ വാഹനത്തിലാണ്, അവരുടെ ജീപ്പിലാണ് പല ആളുകളെയും, നൂറുകണക്കിന് ആളുകളെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു. അതായത് ചൂരമലയുടെ മറു സൈഡുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. കാരണം ഇത്രയധികം കുത്തിയൊലിച്ച് വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ഒരു ചെറിയ രീതിയിൽ ശമനം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഈ ഒരു ഹെലികോപ്റ്റർ അടക്കമുള്ള ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എത്രത്തോളം അത് കണ്ട് ഇന്നിന് തുടർന്നു പോകാനാകുമെന്ന് നമുക്ക് സംശയമുണ്ട്. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ കൃത്യമായി തന്നെ അവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. കൽപ്പറ്റ യൂണിറ്റിൽ നിന്നുള്ള ആ സംഘമെത്തി അവരെ കൃത്യമായി തന്നെ ഇവിടേക്ക് എത്തിക്കുക. അതായത് രക്ഷപ്പെട്ടിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ മുകളിലേക്ക്, ആ പുഞ്ചിരിമറ്റത്തുള്ള റിസോർട്ടുകളിലേക്കും ഒക്കെ മാറി താമസിച്ച, ഓടി രക്ഷപ്പെട്ട, ഈ ദുരന്തമുണ്ടാകുന്ന സമയത്ത് ഈ വെള്ളവും മണ്ണും പാറയും എല്ലാം കുത്തിയൊലിച്ച് വരുന്ന ആ ഒരു നേരത്ത് ഇവർ ഓടി രക്ഷപ്പെട്ട് റിസോർട്ടുകളിലേക്ക് മാറിയ നിരവധി പേരുണ്ട്. അവരെയൊക്കെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഞങ്ങൾ ഇന്നലെ ഈ സെന്റിനൽ റോക്സിന് സമീപത്ത് ഈ പരിശോധന തെരച്ചിൽ വ്യാപകമായി നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ രണ്ടുപേരും, ഞാനും മിഥുനും നിൽക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോഴാണ് മുണ്ടക്കൈ UP സ്കൂൾ, ഗവൺമെന്റ് UP സ്കൂൾ. ഞങ്ങൾ ഇന്നലെ വളരെ അവശരായി ആ സ്കൂളിന് സമീപത്തേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ അവശതയിൽ ജീവനുണ്ടോ എന്ന് നമുക്ക് തൊട്ടു നോക്കേണ്ടി വരും. അങ്ങനെയൊരു അവസ്ഥയിൽ ഒരു കുഞ്ഞ് നായ്ക്കുട്ടിയുമായി 3-4 ഉദ്യോഗസ്ഥർ ഓടി വരികയാണ്. അവർ പെട്ടെന്നൊരു വാഹനത്തിലേക്ക് ഈ നായ്ക്കുട്ടിയെ കയറ്റി എന്താണ് വിവരമെന്ന് ചോദിച്ചപ്പോൾ 8 ദിവസത്തിന് ശേഷം തകർന്നടിഞ്ഞ ഒരു വീടിനകത്ത് നിന്ന് ആകുന്ന ശക്തിയിൽ പരമാവധി ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നായ്ക്കുട്ടിയെ അവരവിടുന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ച് അതിനെ അവർ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് ആ നായ്ക്കുട്ടിയുടെ ഉടമ അവർ നമ്മുടെ ചാനൽ ഓഫീസിൽ വിളിച്ച് അത് തങ്ങളുടെ നായ്ക്കുട്ടിയാണ്, എങ്ങനെയെങ്കിലും തിരിച്ചു തരണം, വാർത്തയിലൂടെയാണ് അത് ജീവനോടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെറിയ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ വാർത്തകൾ ഈ 8 ദിനം പിന്നിടുമ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ രക്ഷാദൌത്യവുമായി മുമ്പോട്ട് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും എത്തപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. അവിടേക്ക് മനുഷ്യസാധ്യമായി എത്തപ്പെടാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹെലികോപ്റ്ററിൽ എയർ ലിഫ്റ്റിംഗ് നടത്തി വീണ്ടും പരിശോധന നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതായത് വളരെ നേരെയുള്ള ഒരു റോഡ് അത് പെട്ടെന്ന് ഒരു വെള്ളച്ചാട്ടത്തിന് സമാനമായി കുത്തി താഴേക്കിരുന്നു പോയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല അവിടെ നേരെ ഒരു റോഡ് ഉണ്ടായിരുന്നെന്ന്. അതാണ് പുഞ്ചിരിമട്ടത്ത് നിന്ന് മുണ്ടക്കൈയിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം കുഴമ്പ് രൂപത്തിലുള്ള ഈ മണ്ണ് നമ്മൾ കാലൊന്ന് എടുത്തു വെച്ചാൽ പുതഞ്ഞ് മുട്ടോളം താഴേക്ക് പതിക്കും. അത്രയും താഴ്ചയുള്ള ഈ മണ്ണിനകത്താണ് 9 ദിവസമായി ഇടവേളകളില്ലാതെ രാവും പകലും വന്ന് ഈ രക്ഷാദൌത്യവുമായി അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ കേരള പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും സൈനിക സംഘത്തിനോട് ഒപ്പം ചേർന്നുകൊണ്ട് ഈ ദൌത്യത്തിന്റെ ഭാഗമാകുന്നത്. എന്തായാലും ഈ മൃതദേഹങ്ങൾ മണ്ണിൽ പുതഞ്ഞുവെന്ന് കരുതപ്പെടുന്ന ഈ 150-ലേറെ മൃതദേഹങ്ങൾ ഇതിനി കണ്ടെത്താനുള്ള സാധ്യത എത്രത്തോളമാണെന്നാണ് ഇന്ന് ഈ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇന്ന് വൈകിട്ട് മന്ത്രിതല ഉപസമിതിയുടെ ചർച്ച ഉണ്ട്. ഒപ്പം തന്നെ ഈ സൈനിക മേധാവികളുടെയും ഒപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു കൂടിയാലോചന ഉണ്ട്. ഇന്ന് ആ യോഗത്തിന് ശേഷം കൃത്യമായി നാളെ മുതൽ ഏത് തരത്തിലാണ് ഈ പരിശോധന നടത്തേണ്ടത്, ഏത് തരത്തിൽ എവിടെയൊക്കെയാണ് ഇനി പരിശോധിക്കേണ്ടത്. കാരണം എനിക്ക് തോന്നുന്നു 90% ഓരോ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന പുച്ചിരിപ്പറ്റത്തായ പോലും 90% പരിശോധിച്ച് കഴിഞ്ഞു. പക്ഷേ അവിടെയൊക്കെ 40 അടിയോളം താഴ്ചയിൽ ഇങ്ങനെ മണ്ണ് ഒപ്പം തന്നെ പാറയൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. അവിടേക്ക് ഈ മണ്ണ് മാറ്റി നോക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതിന് വലിയ വെല്ലുവിളിയാണ്. കാരണം കൂടാതെ തന്നെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു, അവിടെ വീണ്ടും ചെളിക്കുണ്ടാകുന്നു, പല ഉദ്യോഗസ്ഥരും താന്നു പോവുകയാണ്. മുട്ടറ്റം മാത്രമല്ല ഈ ഹിപ്പ് ഭാഗം വരെ താന്നു പോകുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു. കാരണം പലയിടത്തും കിണറുകളുണ്ട്. കാരണം ഈ വീടുകളല്ലേ, ആ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വീടുകളായിരുന്നു. ഞങ്ങൾ ഇന്ന് പോയ സമയത്തൊക്കെ അവർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ വീടാണ്,
അവിടെ താമസിച്ചിരുന്ന വീടാണ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം അങ്ങനെ ഒരു വീടുണ്ട് എന്ന് പോലും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടോം പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ചാലിയാർ നിന്ന് ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ശരീരഭാഗമാണ് കണ്ടെടുത്തിട്ടുള്ളത്. അത് ആരുടേതാണ് എന്ന് വ്യക്തമായിട്ടില്ല. തിരിച്ചറിയാനാകാത്ത ഒരു മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. എന്തായാലും ടോം, ഈ തെരച്ചിൽ 9ാം ദിനത്തിലും ഊർജിതമായി പുരോഗമിക്കുമ്പോൾ മണ്ണിലടിഞ്ഞു പോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏത് വിധേനയും കണ്ടെത്തി അവരോട് മാന്യമായ ഒരു ശവമടക്ക് അവർക്ക് നൽകണമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ രക്ഷാസേനയ്ക്കൊപ്പം ചേർന്ന് ഇപ്പോഴും 9ാം ദിനത്തിലും ഈ തിരച്ചിലിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. നൊമ്പരപ്പെടുത്തുന്ന ഉള്ളുലയുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഈ മുണ്ടക്കൈ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും ഡാൻ കുര്യനും മിഥുനും ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. 150-ലധികം മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മന്ത്രിതല ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇനി തുടർ പരിശോധന നടത്തും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. MSM കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ നടപടിയെടുക്കാത്ത കായംകുളം പോലീസിനെതിരെ ഗുരുതര ആരോപണം. ആ വാർത്ത വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. രാജ്യത്തിനാകെ നിരാശ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിന് അയോഗ്യത വന്നിരിക്കുന്നു. അതായത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയിരിക്കുകയാണ്. ഇന്ന് ഫൈനൽ മത്സരത്തിന് ഇറങ്ങാനിരിക്കുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 ഈ മത്സരം നടക്കേണ്ടിയിരുന്നത്. അതിനു മുൻപായുള്ള ഭാര പരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്ന കാറ്റഗറി 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയാണ്. പക്ഷേ ഭാര പരിശോധനയിൽ 100 ഗ്രാം കൂടുതൽ വന്നിരിക്കുന്നു ഭാരം. അതുകൊണ്ട് തന്നെ ഭാര പരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. ഈ വിലക്ക് അയോഗ്യത ഏർപ്പെടുത്തിയുള്ള കാര്യം ഇപ്പോൾ IOC സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ടൂർണമെന്റിലുടനീളം ആ കിലോഗ്രാം കാറ്റഗറി പാലിക്കാൻ താരങ്ങൾ ബാധ്യസ്ഥരാണ്. അതായത് ആദ്യ മത്സരങ്ങളിലൊക്കെ തന്നെ എല്ലാ മത്സരങ്ങൾക്ക് മുമ്പ്, എല്ലാ മത്സരങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഭാര പരിശോധന നടത്തും. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ 50 കിലോഗ്രാമിൽ ആ ഭാരം പാലിക്കാൻ വിനേഷ് ഫോഗട്ടിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഫൈനലിന് തൊട്ട് മുമ്പായുള്ള ഈ ഭാര പരിശോധനയിൽ ഏതാണ്ട് 100 ഗ്രാം കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ടിന് തിരിച്ചടിയായിരിക്കുന്നത്. ഇന്ത്യൻ അധികൃതർ ഇത്തരത്തിൽ ഭാരം പരിശോധനയ്ക്ക് വീണ്ടും ഭാര പരിശോധന നടത്തണം, ഒരു അവസരം കൂടി വിനേഷ് ഫോഗട്ടിന് നൽകണം എന്നൊരു അഭ്യർത്ഥന IOCക്ക് മുമ്പാകെ വെച്ചെങ്കിലും അത് നിരാകരിക്കപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഏതായാലും വിനേഷ് സ്പോട്ട് ലൈവ് തുടരുന്നു. വനിതാ ഹോസ്റ്റലിലെ അജ്ഞാതന്റെ സാന്നിധ്യം കാരണം വലിയ ഭീതിയിലാണ് MSM കോളേജിലെ വിദ്യാർത്ഥിനികൾ. ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ നടപടിയെടുക്കാത്ത കായംകുളം പോലീസിനെതിരെ ഗുരുതര ആരോപണവും ഉയരുന്നുണ്ട്. പരാതിയുമായി എത്തിയ കുട്ടികളെ അധിക്ഷേപിക്കുന്ന മട്ടിൽ സംസാരിച്ച ഉദ്യോഗസ്ഥർ പ്രതികളെ ന്യായീകരിച്ചെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഒരാഴ്ചയായി പ്രതികൾ സ്വൈരവിഹാരം നടത്തുന്നതിനിടെ സുരക്ഷിതത്വം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിനികളും അധ്യാപകരും കേരള സർവകലാശാലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. യാദൃശ്ചികമായിട്ട് കണ്ടതല്ലേ, നിങ്ങളത് വിട്ടേക്കണം. പിന്നെ ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ അവർ വന്നിട്ട് പൊക്കോളൂ എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ വന്നിട്ട് അവർക്കൊരു ഇതും ഇല്ല, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. സംഭവത്തെ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയില്ല, 10 മണി കഴിഞ്ഞിട്ടാ ഞങ്ങൾ മോളിലോട്ട് കയറി എല്ലാവരും നോക്കാൻ പോയപ്പോൾ പോലീസുകാർ ഞങ്ങൾക്ക് ഒരാൾ ഉറക്കം പോലുമില്ലാതെ വിദ്യാർത്ഥിനികളുടെ മനോനില മോശമായിരിക്കുന്നുവെന്ന് അധ്യാപകർ തന്നെ സ്ഥിരീകരിക്കുന്നു. സർവകലാശാല പരീക്ഷാകാലത്ത് കൂടിയാണ് ഈ അവസ്ഥ എന്നത് ഓർക്കേണ്ടതാണെന്നും കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രതികരിച്ചു. ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ പ്രയാസമുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് എന്നുള്ള നിലയിലും ഞങ്ങൾക്ക് വലിയ വിഷമമാണുള്ളത്. അധ്യാപകർക്ക് എല്ലാവർക്കും തന്നെ വലിയ വിഷമം തന്നെയാണുള്ളത്. അപ്പൊ നമ്മൾ ഇന്നലെ പോലീസിൽ SP ചെന്നിട്ടുണ്ട്, ഓഫീസിൽ ചെന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു റിക്വയർമെന്റ് അത്യാവശ്യം പറഞ്ഞിരിക്കുന്നതും കുട്ടികളുടെ ആവശ്യമായിട്ട് മുൻനിർത്തി പറഞ്ഞിരിക്കുന്നതും ആദ്യം തന്നെ ആളെ കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ മെഷേഴ്സ് എടുക്കണമെന്ന് തന്നെ നമ്മളത് ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ സംഭവം
പുറത്തു വന്നിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നു. ഇപ്പോഴും ഈ അജ്ഞാതൻ കാണാമറയത്താണ്. പോലീസിനോട് ആദ്യം പരാതിപ്പെട്ടപ്പോൾ ആ കുട്ടികളെ അധിക്ഷേപിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. കോളേജ് അധികൃതർ പോലും അധിക്ഷേപിച്ചു എന്നവർ പരാതിപ്പെടുന്നു. പക്ഷെ ഇപ്പോൾ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അവർക്കൊരു പിന്തുണ കിട്ടുന്നത് ആശ്വാസകരമാണ്. പക്ഷെ ഇപ്പോഴും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ അജ്ഞാതനെ, അക്രമിയെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയല്ലേ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പോലീസ് വിശദീകരിക്കുന്നത്? ശരണ്യ. ടോമ, ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു ഈ സംഭവം നടന്നിട്ട്. അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ ആണ് MSM കോളേജിന്റെ വനിതാ ഹോസ്റ്റലിന്റെ ശുചിമുറിയിൽ ഒരാൾ, അതായത് പുലർച്ചെ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുകയാണ്. അതിനിടയിൽ പുലർച്ചയോടുകൂടി ടോയ്ലറ്റിലേക്ക്, ശുചിമുറിയിലേക്ക് പ്രവേശിക്കുന്നതിനിടയിൽ അകത്തേക്ക് കടക്കുമ്പോഴാണ് തൊട്ടടുത്ത ശുചിമുറിയിൽ നിന്നുകൊണ്ട് ഒരാൾ എത്തി നോക്കുന്നതായി വിദ്യാർത്ഥിനികൾ കണ്ടത്. തുടർന്ന് ആ കുട്ടി അവിടെ ഭയന്ന് അവിടെ നിന്നുപോയി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇയാൾ തന്നെ തൊട്ടടുത്തുള്ള തങ്ങളുടെ മുറിയിൽ കയറി ഉറങ്ങിക്കിടക്കുന്ന സഹപാഠിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ഈ കുട്ടി കാണുന്നത്. പിന്നീട് നമ്മളോട് അവർ പറയുന്നത് കരയാൻ പോലും ആവാത്ത വിധം ഭയന്നു പോയിരുന്നു എന്നുള്ളതാണ്. ഈ സമചിത്തത വീണ്ടെടുത്ത്, സമനില വീണ്ടെടുത്ത ശേഷം ഈ പെൺകുട്ടി അലറിക്കരഞ്ഞു. അപ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കിയിട്ട് ഈ കുട്ടിയെ കുറച്ചു നേരം നോക്കി നിന്ന ശേഷം മാറിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ്. അയാൾക്ക് യാതൊരുവിധ ഭയവും ഉണ്ടായിരുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. ഇത് തുടർന്ന് പിന്നീട് വരും ദിവസങ്ങളിൽ ഇതേ സംബന്ധിച്ച് കുട്ടികൾ പരാതി നൽകി നിർബന്ധപൂർവം അവിടെ എത്തി. തൊട്ടടുത്ത MSM മാനേജ്മെന്റിന്റെ മാനേജറുടെ വീടാണ്. അവിടെ എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇത് പരിശോധനയിൽ ഇതിനു മുമ്പുള്ള ഒരു ദിവസവും ഇയാൾ വന്നിട്ടുള്ള CCTVയിലെ ദൃശ്യങ്ങളടക്കം ഇവർക്ക് ലഭ്യമാവുകയും ചെയ്തു. പോലീസിനെ വിളിച്ചു വരുത്തി കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പരിശോധന നടത്തി CCTV ദൃശ്യങ്ങളടക്കം കൈമാറിയിട്ട് ഇന്ന് 8ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ പ്രതിയെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആരാണ് ഇത് അവിടെ എത്തുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരം ഇതുവരെ പോലീസ് കൃത്യമായൊരു വിവരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവങ്ങൾ നടന്നു. തുടർന്ന് ലേഡീസ് ഹോസ്റ്റലിന്റെ പല ഭാഗങ്ങളിലും വലിയ എയർ ഹോളുകളുണ്ട്. ആ എയർ ഹോളുകളെല്ലാം തന്നെ ഇവര് അലൂമിനിയം ഷീറ്റുകൾ ഉപയോഗിച്ച് അടിയന്തരമായി മറച്ചു. ആ മറച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസവും ഇയാൾ അവിടെ എത്തി എന്നുള്ളത്, അതായത് പോലീസിന്റെ അന്വേഷണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും അയാൾ അവിടെ എത്തി എന്നുള്ളതാണ്. ഒന്നിലേറെ ആളുകൾ ഉണ്ട് എന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ എത്തി ഈ തകിട് ഷീറ്റിന്റെ സ്ക്രൂകൾ ഇളക്കിയിട്ടുള്ളതായി കുട്ടികൾ കണ്ടിട്ടുണ്ട്. കാൽപ്പാടുകളുടെ ദൃശ്യങ്ങളടക്കം ഇവർ കാണിച്ചുകൊണ്ടാണ് നമ്മളെ ബന്ധപ്പെടുന്നത്. ഇത് ഒരു 3-4 ദിവസം ഇത് തന്നെ ആവർത്തിക്കപ്പെട്ടു. അതായത് പോലീസ് നിരീക്ഷണത്തിലുള്ള ഒരിടത്ത് പോലും എത്തി ഇയാൾ റൂഫിൽ വരുന്നു, അവിടുത്തെ കോറിഡോറുകളിൽ എത്തുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ഈ കുട്ടികൾ കൃത്യമായി പോലീസിനോട് പങ്കുവച്ചിട്ടും പോലീസിന്റെ പെട്രോളിംഗ് നടക്കുന്നതിനിടയിൽ വീണ്ടും ആളുകൾ എത്തി എന്നുള്ളതാണ്. ഇവർ എത്തി എന്നുള്ള വിവരം അറിഞ്ഞ്, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയോടുകൂടി രാത്രിയോടെ വിദ്യാർത്ഥികൾ നമ്മളെ അടക്കം ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു വീണ്ടും അയാൾ എത്തിയിട്ടുണ്ട്, അവിടെ ടെറസിന്റെ മുകളിലാണ് ഇയാൾ നിൽക്കുന്നത്, അതിനുശേഷം അയാൾ ഓടി മറഞ്ഞു എന്നുള്ളത് കുട്ടികൾ പറയുന്നു. ആ രാത്രിയോടെ കുട്ടികൾ ഇറങ്ങി പ്രതിഷേധവുമായി മാനേജറുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്നുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശം, അവർക്ക് ഈ കുട്ടികളോട് ഇത്തരം ഒരു മറുപടി പറഞ്ഞത് എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന, പ്രഥമ പരിഗണന കൊടുക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ കുട്ടികളോട് ഇത്തരത്തിൽ പറഞ്ഞതെന്നാണ്. അതായത് ശുചിമുറിയിൽ അടക്കം എത്തിയിട്ടുണ്ട് എന്ന് കുട്ടികൾ പരാതി പറയുമ്പോൾ ഒളിഞ്ഞു നോക്കാനായി എത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഒളിഞ്ഞു നോക്കിയതിനു ശേഷം പൊക്കോളും, നിങ്ങൾ അതിനെ അങ്ങനെ വിട്ടാൽ പോരെ എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. അവർക്ക് എന്ത് അന്വേഷണമാണ് അവർ നടത്തുന്നുള്ള മറു ചോദ്യം കൂടി ആ പെൺകുട്ടി നമ്മളോട് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് രാത്രിയാണ് ഈ കുട്ടി, അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ കുട്ടികളോട് ഈ രീതിയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഹോസ്റ്റലിൽ എത്തുകയും വിദ്യാർത്ഥിനികളെ കാണുകയും ചെയ്തിരുന്നു. ഹോസ്റ്റലിലെ പല ഭാഗത്തും ഈ കാൽപ്പാടുകൾ അടക്കമുണ്ട്. അത് പെയിന്റ് അടിച്ച് മറക്കുന്നതിനും ഒപ്പം തന്നെ തകര ഷീറ്റുകൾ വെച്ച് മറക്കുന്നതിനും ഒക്കെയാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. ഈ ഹോസ്റ്റലിൽ നമ്മൾ എത്തുമ്പോഴാണ് ഈ ഹോസ്റ്റലിനെ സംബന്ധിച്ചുള്ള സ്ഥിതി നമ്മൾ മനസ്സിലാക്കുന്നത്. ലൈസൻസ് ഇല്ലാതെയാണ് 20 വർഷക്കാലമായി ഈ ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് കുട്ടികൾ പറഞ്ഞ പ്രധാനപ്പെട്ട സംഭവം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതാണ്. കാരണം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്റ്റൽ, കൃത്യമായ സുരക്ഷാ ജീവനക്കാരില്ല. അങ്ങനെ ഇത്തരം വീഴ്ചകളെല്ലാം തുറന്നു കാണിച്ചിട്ടും ഈ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ രാത്രിയിൽ ഇതുപോലുള്ള അജ്ഞാതന്റെ സാന്നിധ്യം ഉണ്ടായിട്ടും ഈ പരാതി നൽകിയിട്ടും ഇപ്പോഴും അവിടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള
ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ മറ്റോ നിയമിച്ചിട്ടുണ്ടോ? അതോടൊപ്പം പോലീസിന്റെ സാന്നിധ്യം രാത്രി സമയങ്ങളിൽ അവിടെ ഉണ്ടോ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് ഇതുവരെയും സ്വീകരിച്ചിരിക്കുന്നത്? ശരണ്യ. ടോം, ഈ ഞായറാഴ്ച അവിടെ കുട്ടികൾ എത്തുമ്പോൾ നമ്മളെ വിദ്യാർത്ഥികൾ നമ്മളെ വിളിച്ച് അവരോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് വനിതാ പോലീസിനെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോളേജ് മാനേജ്മെന്റ്, അധ്യാപകർ, പ്രത്യേകിച്ച് കോളേജിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം. കുട്ടികൾ ഹോസ്റ്റൽ ഫീ അടക്കം അടക്കുന്നതും കോളേജിലാണ്. കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ പോലീസിന്റെ കാവൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ അത്തരത്തിൽ ആളിടാൻ വനിതാ പോലീസിനെ നിയോഗിക്കാൻ വേണ്ടത്ര വനിതാ പോലീസ് ജീവനക്കാർ ഇല്ല എന്നുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പെട്രോളിംഗ് മാത്രം നടത്താമെന്നുള്ള നിർദ്ദേശം നൽകി. അപ്പോൾ കുട്ടികൾ പറയുന്ന അവിടെ വന്ന് ഒപ്പിട്ടിട്ട് പോകുന്നതിനപ്പുറത്തേക്ക് തങ്ങൾക്കൊരു സുരക്ഷയും ഇല്ല എന്നുള്ളതാണ്. പോലീസ് പെട്രോളിംഗ് നടക്കുന്നതിനിടയിലാണ് വീണ്ടും അയാൾ അവിടെ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. അത്തരത്തിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നതിനിടയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പോലീസ് വന്നു പോകുന്നതിനിടയിൽ അയാൾ അവിടെ എത്തി. എന്നിട്ടും അയാളെ പിടിക്കാനോ വന്നതാരാണെന്ന് കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടി നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. പലയിടങ്ങളും സുരക്ഷിതമല്ല, അടിയന്തരമായി മേട്രനെ അവിടെ ഒരു എടുക്കണം, ഒപ്പം തന്നെ ഹോൾസ് അടയ്ക്കണം, പുറകുവശത്ത് ചുറ്റുമതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മാനദണ്ഡം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒപ്പുവെച്ചതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് അധികൃതർ അവരുടെ CCTV ഒക്കെ കൊണ്ട്, ലൈറ്റും CCTV ഒക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ ഭയം തട്ടിയ കുട്ടികളാണ്. അവർക്ക് നല്ല പേടിയുണ്ട്. ഇത് ആരാണ് വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ടോം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത്രയും ഒരു പുലർച്ചെയുള്ള ഒരു 2 മണിക്ക് നമ്മളുടെ ഒരു അപരിചിതൻ നമ്മളുടെ ശുചിമുറിയുടെ തൊട്ടടുത്ത മുറിയിൽ നിൽക്കുക, ഇറങ്ങി വരുമ്പോൾ മുറിയുടെ അകത്ത് നിൽക്കുന്നത് കാണുക, തിരിഞ്ഞ് ആ കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കണം. പരീക്ഷാകാലമാണ്. രാത്രി മുഴുവൻ ഉറക്കം നിന്നുകൊണ്ടാണ് വിദ്യാർത്ഥിനികൾ അവിടെ ഈ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ കുട്ടികൾ ഒരുമിച്ച് കൂടുകയും ഫാൻ അടക്കം ഓഫ് ചെയ്തുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇവർ പുറത്തിറങ്ങി വന്ന് പരിശോധിക്കുന്നത്. വടി അടക്കം വെച്ചുകൊണ്ടാണ് കുട്ടികൾ അകത്തിരിക്കുന്നത് എന്നുള്ളതാണ് സാഹചര്യം. ഈ ആള് ആരാണ്, അല്ലെങ്കിൽ വന്നവർ ആരാണ് എന്ന് കണ്ടുപിടിക്കാത്ത, അവരുടെ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കാത്തിടത്തോളം ഒരു മനസമാധാനവും ആ കുട്ടികൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിനകത്ത് എന്ത് ഉറപ്പ് നൽകിയാലും ഒരു മനസമാധാനവും ലഭ്യമാകില്ല. കാരണം പോലീസിന്റെ പെട്രോളിംഗ് ഉള്ള ഒരു സ്ഥലത്താണ് അയാൾ പരസ്യമായി രാത്രി വന്ന് ടെറസിന്റെ മുകളിൽ നിൽക്കുന്നത്. കുട്ടികൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചപ്പോൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിന് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം 400ഓളം പേർ താമസിക്കുന്ന ഇടമുണ്ടെന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് ആ കുട്ടികളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇത്തരത്തിൽ ലൈസൻസ് ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും എന്തുകൊണ്ട് ഈ സംവിധാനത്തിനെതിരെ നിയമപരമായ ഒരു നടപടിയിലേക്ക് നീങ്ങാത്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കൃത്യമായ മറുപടി പറയാൻ ആർക്കും കഴിയുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നുണ്ട്. അവർ പറയുന്നത് ആളെ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു മറുപടി മാത്രമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പളുടെ മുമ്പിലെത്തി പ്രതിഷേധിച്ച വിദ്യാർത്ഥിനികൾ 3 പേർ കുഴഞ്ഞു വീണു. ബോധക്ഷയമുണ്ടായ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞ് പാനിക് അറ്റാക്ക് പോലൊരു സംവിധാനമാണ് പ്രശ്നമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. നല്ല ഭയം തട്ടിയിട്ടുണ്ട് ഈ കുട്ടികളുടെ ഉള്ളിൽ. അത് ആ രാത്രി മുഴുവൻ ഉറക്കമില്ലാത്ത സാഹചര്യം, അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് അധ്യാപകർ, നമ്മൾ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യയുമായി സംസാരിച്ചപ്പോൾ അധ്യാപകരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വുമൺ സെല്ലിന്റെ, അതായത് കോളേജിന്റെ വുമൺ സെല്ലിന്റെ സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് ഓരോരുത്തർക്കും കൗൺസിലിംഗ് കൊടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത്ര ഗൗരവമാണ് ഈ വിഷയം. അധ്യാപകർ പരാതി ഉന്നയിക്കുന്നു. അവർ യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് കേരള സർവകലാശാലയ്ക്ക് അധ്യാപകർ ഗൗരവമുള്ള വിഷയമാണ്. വലിയ ഭീതിയോടെയാണ് MSM കോളേജിലെ വിദ്യാർത്ഥിനികൾ അവിടെ കഴിയുന്നത്, ഹോസ്റ്റലിൽ കഴിയുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് ഈ പ്രതിയെ ഈ അജ്ഞാതനെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ച തന്നെയാണ്. അതോടൊപ്പം ഈ പെൺകുട്ടികളെ അധിക്ഷേപിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും നടപടി ആവശ്യമാണ്. ഈ കുട്ടികളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. മറ്റൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സഹതടവുകാരന്റെ അടിയേറ്റ് 86കാരൻ മരിച്ചു. കോളയാട് ആലഞ്ചേരി സ്വദേശി കരുണാകരനാണ് മരിച്ചത്. വടികൊണ്ടുള്ള അടിയേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രമാദമായ മാവേലിക്കര ചന്ദന വധക്കേസിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന പ്രതിയാണ് മരിച്ച കരുണാകരൻ. KB ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഈ ജയിലിനകത്ത് വെച്ച് തടവുകാർ തമ്മിലുള്ള ആക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. പക്ഷെ ഇത്തരമൊരു
കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്തെന്നാണ് പോലീസും ഈ ജയിൽ അധികൃതരും നൽകുന്ന വിവരം. തീർച്ചയായും ഈ ജയിലുകളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തകളല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ലഹരി, അതുപോലെ തന്നെ മറ്റ് കൊട്ടേഷൻ ഒക്കെ ഈ ജയിലിനകത്ത് നിന്നും ആസൂത്രണം ചെയ്യുന്ന നിരവധി വാർത്തകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ നടന്നത് നിസാരമായ ഒരു വാക്ക് തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ വേലായുധൻ എന്ന ഒരു പാലക്കാട് സ്വദേശിയായ സഹതടവുകാരന്റെ കയ്യിലുണ്ടായിരുന്ന വടി കരുണാകരന്റെ ദേഹത്ത് തട്ടുകയും അതേ തുടർന്ന് ഇവർ തമ്മിൽ വാക്ക് തർക്കമുണ്ടാവുകയും പിന്നീട് ഈ വേലായുധൻ ആ വടി ഉപയോഗിച്ച് കരുണാകരനെ അടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് 4-ാം തീയതിയാണ്. ഈ അവശ നിലയിൽ സെല്ലിന്റെ പുറത്ത് കിടക്കുന്ന ഈ കരുണാകരനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പ്രായാധിക്യം കൊണ്ടുള്ള മരണമെന്നായിരുന്നു ആദ്യം കരുതിയതെങ്കിൽ ഈ ടൗൺ CI ശ്രീജിത്ത് തോന്നിയ ഒരു സംശയമാണ് ഇത്തരത്തിൽ ഈ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. പിന്നീട് സർജനുമായി ഇക്കാര്യം സംസാരിക്കുകയും വിശദമായ പോസ്റ്റ്മോർട്ടത്തിൽ അടിയേറ്റാണ് മരണകാരണമെന്ന് വ്യക്തമാവുകയായിരുന്നു. എന്തായാലും ഈ വേലായുധൻ, പാലക്കാട് സ്വദേശിയായ വേലായുധനാണ് ഇത്തരത്തിൽ ഇയാളെ കരുണാകരനെ അടിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇയാളെ കോടതിയുടെ മറ്റ് അനുവാദത്തോടുകൂടി ഇയാൾക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവം 4-ാം തീയതി ആയിരുന്നു ഇത്തരത്തിൽ സെല്ലിന് പുറത്ത് അവശ നിലയിൽ ഈ കരുണാകരനെ കണ്ടെത്തിയത്. വളരെ ഈ രീതിയിൽ സ്വാഭാവിക മരണമെന്ന് കരുതിയ എടുത്തുനിന്നാണ് പോലീസിന്റെ ഒരു സംശയം കൊണ്ട് ഈ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മാവേലിക്കര ചന്ദ്രൻ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളാണ് ഈ കരുണാകരൻ. 86 വയസ്സായിരുന്നു. ഇദ്ദേഹത്തിന് വാർദ്ധക്യപരമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ആ രീതിയിലുള്ള ഒരു സംശയത്തിനിട നൽകിയത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായി അടിയേറ്റാണ്, കാര്യമായ അടിയേറ്റുള്ള ഒരു ക്ഷതം കൊണ്ടാണ് ഈ മരണം സംഭവിച്ചതെന്ന് വ്യക്തമാവുകയായിരുന്നു. പിന്നീട് വേലായുധനെ വിശദമായി ചോദ്യം ചെയ്യുകയും ഈ സംഭവം കൃത്യമായി വേലായുധൻ പറയുകയാണ് ഉണ്ടായതായാലും ഇയാളെ മറ്റ് കോടതിയുടെ അനുമതിയോടുകൂടി ഇയാൾക്കെതിരെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ നടത്തുമെന്നാണ് ടൗൺ CI ശ്രീജിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ടോം, അങ്ങനെ ഈ ആക്രമണം നടത്തിയ ആൾ, കൊലപാതകം നടത്തിയ ആൾ ഇതുപോലെ ഈ ജയിലിൽ ഈ പതിവായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണോ ബൈജു? അത്തരത്തിൽ സൂചനകൾ നമുക്ക് ലഭിക്കുന്നില്ല. ഇതിൽ പോലീസ് പ്രധാനമായും പറയുന്നത് ഈ വേലായുധൻ വടി കൊണ്ടാണ് ഇത്തരത്തിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ വടി ഈ കരുണാകരന്റെ ദേഹത്ത് തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, ഇതിന് ഈ കരുണാകരൻ വേലായുധനുമായി വാക്ക് തർക്കമുണ്ടാവുകയായിരുന്നു. ഇത് തുടർന്നാണ് ഏറ്റവും ഒടുവിലായി വേലായുധൻ ഈ വടി ഉപയോഗിച്ച് ശക്തമായി മുഖത്ത്, അതായത് ഈ കരുണാകരന്റെ മുഖത്തേക്ക് അടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് ഈ വേലായുധൻ തന്നെ സമ്മതിച്ചാണ് പോലീസ് ചോദ്യം ചെയ്യൽ. അത്തരത്തിൽ പിന്നീട് ഇയാൾ സെല്ലിന് സമീപം അബോധാവസ്ഥയിൽ ഇത്തരത്തിൽ കിടക്കുകയായിരുന്നു. പോലീസിന് ഏതെങ്കിലും തരത്തിൽ ആദ്യം സംശയമൊന്നും തോന്നിയിരുന്നില്ല. കാരണം സ്വാഭാവിക മരണമാണ്. കാരണം വാർദ്ധക്യപരമായ നിരവധി അസുഖങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവിക മരണം എന്നാണ് കരുതിയത്. പക്ഷേ ഈ ശ്രീജിത്ത് ഈ കരുവാളിപ്പ് കണ്ടു, ഈ കരുണാകരന്റെ ശരീരത്തിൽ ഇത്തരത്തിൽ കരുവാളിപ്പ് കണ്ടതുകൊണ്ടൊരു സംശയം തോന്നുകയും അത് പോലീസ് സർജനുമായി സംസാരിക്കുമായിരുന്നു. പിന്നീട് വിശദമായി ഈ പോസ്റ്റ്മോർട്ടത്തിൽ അടിയേറ്റതാണ്, ശക്തമായ അടിയേറ്റതാണ് ഈ മരണകാരണമെന്ന് വ്യക്തമാവുകയുമായിരുന്നു. എന്തായാലും ഇയാൾക്കെതിരെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വേലായുധന് കോടതിയുടെ മറ്റ് അനുമതി തേടേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹം മറ്റൊരു കേസിൽ ഇവിടെ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് കോടതിയുടെ അനുമതിയോട് കൂടി ഇദ്ദേഹത്തിനെതിരെയുള്ള മറ്റ് കൊലപാതക കേസ് ഉൾപ്പെടെ ചുമത്തുന്ന നടപടികൾ പോലീസ് ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് സഹതടവുകാരന്റെ അടിയേറ്റ് 86-കാരൻ കൊല്ലപ്പെട്ടത്. സ്വർണ്ണക്കടത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി DRI. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ ഇവർ മുൻപും സ്വർണം കടത്തിയതായി വിലയിരുത്തുന്നു. വിമാനത്താവളത്തിലെ മുൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സേതു സന്തോഷ്, ഗോകുൽ എന്നിവരെയും സ്വർണ്ണക്കടത്ത് സംഘത്തിലെ അംഗം മലയാറ്റൂർ സ്വദേശി ജെറിൻ ബൈജുവിനെയുമാണ് DRI കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഡാനി പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, മുൻപും ഈ വിമാനത്താവളം വഴി, നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ ഈ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു, അവരുടെ അറിവോടെ സ്വർണം കടത്തി എന്ന് ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മുൻപ് പിടികൂടിയിട്ടുള്ള, അതല്ലെങ്കിൽ സ്വർണം കടത്തിയിട്ടുള്ള മറ്റു പല കേസുകളും വിശദമായി പരിശോധിക്കേണ്ടതല്ലേ? ആ രീതിയിലുള്ളൊരു നീക്കത്തിലേക്ക്
DRI കടന്നിട്ടുണ്ടോ? ടോം, കഴിഞ്ഞിടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് അറസ്റ്റ് ഉണ്ടാകുന്നതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് DRI കടക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ഇതിനകത്ത് വെച്ച്, അതായത് വിമാനത്താവളത്തിനകത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു കണ്ണികൾ ഉള്ളത് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം DRIക്ക് ലഭിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് അന്വേഷണവും നിരീക്ഷണവും എല്ലാം തന്നെ ശക്തമാക്കുകയും ഇപ്പോൾ 3 പേരുടെ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്ത് പറയേണ്ടത്. കാരണം ഇങ്ങനെ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ പലരും തന്നെ ഇത്തരം റാക്കറ്റുകളുടെ ഭാഗമായി മാറുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. നേരത്തെയും ഉദ്യോഗസ്ഥർ പ്രതിയാകുന്നത് സംബന്ധിച്ച കേസുകൾ ഉണ്ടാകുക അതൊന്നും പുതുമയുള്ള ഒരു കാര്യവുമല്ല. നേരത്തെ നെടുമ്പാശ്ശേരിയുമായി ബന്ധപ്പെട്ട കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റാവുന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനും ഇപ്പുറത്തേക്ക് മറ്റ് ആളുകൾ കൂടി ഇതിൻ്റെ ഒരു ഭാഗമാകുന്നു എന്നതാണ്. ഇതിപ്പോൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. ഇവർ കൈകാര്യം ചെയ്യുന്ന 1400 ഗ്രാം സ്വർണ്ണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചെടുക്കുകയും പിന്നീട് ഇതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് വിശദമായി കടക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ പിടിയിലായ 3 പേരെയും തന്നെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ വരും ദിവസങ്ങളിൽ തന്നെ DRI അടക്കം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. കാരണം ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് പലപ്പോഴും ഇവർ ഈ മധ്യവർത്തികളാകുക എന്നതാണ്. പക്ഷേ വളരെ നിർണായകമായ റോൾ അതാണ് വിശദമായി പരിശോധിക്കേണ്ടത്. സാധാരണ നമുക്കറിയാം, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടികൂടുമ്പോൾ അതിനെ ഈ കടത്തിയവർ മാത്രമാണ് പലപ്പോഴും പിടിയിലാകുന്നത്, അവർക്കെതിരെ മാത്രമാണ് നടപടിയും ഉണ്ടാകാറുള്ളത്. അതിനപ്പുറമുള്ള അന്വേഷണം പോലും പലപ്പോഴും നടക്കാറില്ല. ഈ ഒരു കേസിന്റെ ഒരു പശ്ചാത്തലം വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഈ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അവരുടെ പങ്ക്, അവരുടെ ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ? ആരാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ? ഇക്കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ ഡാനി? ടോം, ഇതിൽ ആരോഗ്യവകുപ്പിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ നേരത്തെ തന്നെയും പോലീസ് DRI പിടികൂടിയിരുന്നു. ലിബിൻ ബോഡി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ DRI പിടികൂടിയതിനു ശേഷമാണ് ഇത് സംബന്ധിയായ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിരുന്നത്. ഇയാളിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ, സ്ഥിരീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവരുടെ ഒരു നീക്കം, ഈ സംഘത്തിൽപ്പെട്ടവരുടെ നീക്കമെല്ലാം രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അറസ്റ്റിലേക്ക് അടക്കം എത്തിയിരിക്കുന്നത്. എങ്കിലും ഇവർ ഇതിനകത്ത് പുറത്തൊക്കെ സാധനങ്ങൾ, അത് ഗോൾഡ് അടക്കം പുറത്തേക്ക് കൊണ്ടുവരിക എന്നതിലടക്കമുള്ള കാര്യങ്ങൾ ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന, പക്ഷേ ഇവർക്ക് ആര് നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നത് ഇത് അവരിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ പുറത്ത് ഈ സ്വർണം ആര് കൈകാര്യം ചെയ്യുന്നു എന്നതിലേക്കും എല്ലാം തന്നെ എത്തേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഇതിനു മുൻപ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസുകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴോ അത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഈ 2 ഭാഗങ്ങൾ സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു അന്വേഷണങ്ങൾ കൃത്യമായി നടക്കാറില്ല എന്നത് പരമമായൊരു സത്യമാണ്. കാരണം ഒരു അന്വേഷണ ഏജൻസിയും അത്തരം ആളുകളിലേക്ക് കടന്നു ചെല്ലാറില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ അധിക ദൂരം പോകാറില്ല എന്നതാണ്. ആർക്ക് വേണ്ടി കൊണ്ടുവരുന്നു, ആര് കൊടുത്തുവിട്ടു, അത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ പോകാറില്ല. പലപ്പോഴും ഇത്തരം കാരിയേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, ഈ ഇടപാടുകാർ, ഇവരൊക്കെ തന്നെയാണ് ഇതിൽ പിടിയിലാകുന്നതും അത് കുറച്ച് നാൾ കൊണ്ടത് അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കടക്കമാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. ഈ കേസിൻ്റെ ഭാവി എന്താണെന്നത് നമുക്കിപ്പോൾ പറയുവാനും കഴിയില്ല. കൂടുതൽ അന്വേഷണങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടാകുമെന്ന് പറയുന്നു. ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഇത്തരം കാര്യങ്ങളിലുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. ഈ റാക്കറ്റിനെ എത്രമാത്രം അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള അന്വേഷണത്തിലടക്കം തെളിയേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വൈകാതെ DRI അടക്കം അവരെ കസ്റ്റഡിയിൽ വാങ്ങും, ചോദ്യം ചെയ്യാനടക്കമുള്ളൊരു കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് തന്നെയാണ് സൂചന. ഒരിടവേളയ്ക്ക് ശേഷം നെടുമ്പാശ്ശേരിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഈ ഉദ്യോഗസ്ഥരടക്കം കണ്ണികളാകുന്ന ഈ സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടി ഒരു അപ്ഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. ടോം, വിശദമായി പരിശോധിക്കേണ്ടതാണ്. കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ അവിടുത്തെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന് പറയുന്നത് ഏറെ
ഗൗരവമുള്ള വിഷയമാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് DRIയും പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഭാര്യാമാതാവിനെ മരുമകൻ കൊലപ്പെടുത്തി. ആറ്റിങ്ങലിലെ രേണുക അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ബാബുവിന്റെ ഭാര്യ പ്രീതയെയാണ് മരുമകൻ അനിൽ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നത്. ആക്രമണത്തിൽ ബാബുവിനും ഗുരുതരമായി പരിക്കേറ്റു. ഇവരുടെ മൂത്ത മകൾ ബിന്ദുയുടെ ഭർത്താവാണ് അനിൽ. പ്രതി കസ്റ്റഡിയിലുള്ളതായാണ് സൂചന. അഭിലാഷ് ചേരുന്നു ആറ്റിങ്ങലിൽ നിന്ന് വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഈ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ആക്രമണത്തിലും കൊലപാതകത്തിലും ഒക്കെ കലാശിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. പക്ഷേ ഈ ആറ്റിങ്ങലിൽ ഈ മരുമകൻ ഈ ഭാര്യാമാതാവിനെ കൊലപ്പെടുത്താനുള്ള കാരണം ഈ കുടുംബ പ്രശ്നം തന്നെയാണോ? തീർച്ചയായും കുടുംബ പ്രശ്നം തന്നെയാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു ഈ സംഭവം നടന്നത്. ബാബുവിന്റെ ഭാര്യ പ്രീതയാണ് ഈ മരുമകൻ അനിലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു തന്നെയായിരുന്നു കൊലപാതകം. ബാബുവിന്റെയും പ്രീതയുടെയും മൂത്ത മകൾ ബിന്ദയുടെ ഭർത്താവായിരുന്നു ഈ അനിൽ. ഇവർ തമ്മിൽ വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം കോടതി അനിലിന്റെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യം കാരണമായിരിക്കാം ഇത്തരത്തിൽ വീട്ടിലെത്തി ആക്രമണം നടത്തുകയും തുടർന്ന് ഈ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തതെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ബിന്ദിയെയും നേരത്തെ ഇയാൾ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇയാളെ ഭയന്ന് ബിന്ദിയ ഇപ്പോൾ തിരുവനന്തപുരം പള്ളിപ്പുറത്തുള്ള ഒരു ഫ്ളാറ്റിലാണ് 2 മക്കളുമായി താമസിക്കുന്നത്. ഇതിനിടയിൽ ഈ കേസും നടന്നു വരികയായിരുന്നു. അപ്പൊ തുടർന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ ഈ വിധി തന്നെയാണ് ഈ ആക്രമണത്തിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ കരുതേണ്ടി വരും. ഇന്നലെ രാത്രി ഇയാൾ ബിന്ദിയയുടെ മാതാവ് പ്രീതയും ബാബുവും താമസിക്കുന്ന വീട്ടിലെത്തുകയും ആക്രോശിച്ചുകൊണ്ട് വീടിനകത്ത് കയറി ആക്രമണം നടത്തുകയുമായിരുന്നു. ബാബുവിനും ഇയാളുടെ ആക്രമണത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ബാബു ഇപ്പോഴും ചികിത്സയിലാണ്. പ്രീതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് 3 മണിയോടുകൂടി വീട്ടിലെത്തിച്ച് സംസ്കരിക്കാനാണ് തീരുമാനം. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള പോലീസിന്റെ വിഭാഗങ്ങൾ ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തി മടങ്ങിയിട്ടുണ്ട്. ഈ അനിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഔദ്യോഗികമായി പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും ഒരു സൂചനയുണ്ട്. അതും കൃത്യമായി വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അഭിലാഷ്, പതിവായി ഈ അനില് വീട്ടിലിങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണോ? ഭാര്യ ബിന്ദിയെ ഇങ്ങനെ പതിവായി ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ ഈ ഒരു വിവാഹമോചനത്തിലേക്കോ മറ്റോ നീങ്ങാതിരുന്നത്? ഈ അനിൽ ഏറെക്കാലം ഗൾഫിലായിരുന്ന സമയത്ത് തന്നെ ഇവർ ഭാര്യ ബിന്ദയുമായി ഇവർ തമ്മിൽ സ്വരച്ചേർച്ച ഉള്ളതായി പറയുന്നുണ്ട്. അതിനുശേഷം 1 വർഷം മുമ്പാണ് അനിൽ നാട്ടിലെത്തിയതിനു ശേഷം ഇയാൾ ഗൾഫിലേക്ക് മടങ്ങിയില്ല. ഈ സമയത്ത് ഇവർ തമ്മിലുള്ള തർക്കങ്ങളും ഭാര്യയെ ആക്രമിക്കുന്ന രീതിയും എല്ലാം കൂടിയതോടെയാണ് ഈ ബിന്ദിയ സ്വന്തം വീട്ടിലേക്ക് എത്തുകയും വിവാഹമോചനം എന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തത്. തുടർന്ന് വിവാഹമോചന കേസ് കോടതിയിൽ ഫയൽ ചെയ്തു. ഇതിനുശേഷവും ഇയാൾ ബിന്ദിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണിയെ തുടർന്നാണ് ബിന്ദിയ ഇയാൾ പോലും അറിയാതെ ഈ പള്ളിപ്പുറത്തുള്ള മറ്റൊരു ഫ്ളാറ്റിലേക്ക് മാറി താമസിച്ചിരുന്നത്. തുടർന്ന് കേസ് നടത്തി വരികയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവത്തിലേക്ക്, ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്. അഭിലാഷാണ് ആറ്റിങ്ങലിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങലിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് മരുമകൻ ഭാര്യാമാതാവിനെ ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് വിമാനത്തിൽ ബോംബുണ്ടെന്ന വ്യാജ ഭീഷണി മുഴക്കിയ യാത്രക്കാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി പ്രശാന്താണ് നെടുമ്പാശ്ശേരിയിൽ അറസ്റ്റിലായത്. ലഗേജിൽ ബോംബുണ്ടെന്ന് താൻ തമാശ പറഞ്ഞതാണെന്നായിരുന്നു ഇയാളുടെ വിശദീകരണം. വ്യാജ ഭീഷണിയെ തുടർന്ന് 2 മണിക്കൂറിലധികം വൈകിയാണ് വിമാനം പുറപ്പെട്ടത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. വീണ്ടും വിശദാംശങ്ങളുമായി, ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ചേരുന്നുണ്ട്. ഡാനി, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു യുവാവിനെ സമാനമായ രീതിയിൽ ഒരു ബോംബ് ഭീഷണി മുഴക്കിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഒരു ടിക്കറ്റ്, അയാൾക്ക് മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റി നൽകണമെന്ന് ഈ വിമാന കമ്പനിയോട് ആവശ്യപ്പെട്ടു. അത് നൽകാത്തതിന്റെ പകയായിരുന്നു അത്തരമൊരു വ്യാജ ബോംബ് ഭീഷണിക്ക് കാരണം. ഈ പ്രശാന്ത്, തിരുവനന്തപുരം സ്വദേശി പ്രശാന്ത് ഇത്തരമൊരു വ്യാജ ഭീഷണി മുഴക്കാനുള്ള കാരണം എന്താണ്?
ടോം, ഇതിലെ വ്യാജ ഭീഷണികൾ പലപ്പോഴും ഇത് വലിയ ദുരിതമായി മാറുന്നു. അതിനിടയിലാണ് പുതിയ സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പുതിയ സംഭവം ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്നത്, ഇദ്ദേഹം ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് പ്രശാന്ത് എന്ന് പറയുന്നയാൾ. ഇദ്ദേഹവും കുടുംബവും ഒത്താണ് യാത്ര ചെയ്യാനിരുന്നത്. തായ് എയർലൈൻസിലാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. പുലർച്ചെ 2 മണി കഴിഞ്ഞ ശേഷം പുറപ്പെടേണ്ട വിമാനവുമായിരുന്നു. അദ്ദേഹം കുടുംബത്തോടൊപ്പം മറ്റ് 4 പേർ കൂടിയുള്ള ഒരു സംഘമായിരുന്നു. അവർ ഒരുമിച്ചാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതുമെല്ലാം. ഇദ്ദേഹത്തോട് ഈ ബാഗിൽ എന്താണെന്ന് ചോദിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. ഉടൻ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് ബോംബാണെന്ന് പറയുകയാണ്. ഇതിൽ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ഇത് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ഗുരുതര സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും അതിന് അതേ രീതിയിൽ തന്നെ മറുപടി നൽകിയപ്പോഴാണ് ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തൻ്റെ മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയും മറ്റുള്ളവരിലേക്ക് ഈ വിവരം കൈമാറുകയും എല്ലാം ചെയ്തത്. തുടർന്ന് വിശദമായ പരിശോധന നടത്തുമ്പോൾ ഇയാൾ പറഞ്ഞു, ഇത് താൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ രീതിയിലേക്ക് ഇതിൻ്റെ ഒരു സന്ദേശം, അയാളുടെ ഒരു മറുപടി അപ്പോഴേക്കും അതിൻ്റെ അതിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ ഒരു സമയം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഗൗരവത്തോടു കൂടിയാണ് അത് പരിശോധന നടന്നത്. വിമാനത്തിൽ ഇവർക്കൊപ്പം യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരുന്നവരുടെ ബാഗേജുകൾ പരിശോധിച്ചു. അതെല്ലാം തന്നെ അതിൽ നിന്ന് ഇറക്കി പരിശോധിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഇയാൾ പലതവണ ആവർത്തിച്ചു താനത് തമാശയായി പറഞ്ഞതാണ് എന്നത്. പക്ഷെ അത് ആ തമാശയുടെ ഗൗരവം വലിയ രീതിയിലേക്ക് അത് മാറിയിരുന്നു, അത്തരം ഇതിൻ്റെ ഒരു ഇയാളുടെ മറുപടി. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ വേണ്ടി വന്നു. അതിൻ്റെ ഫലം ഏതാണ്ട് 2.5 മണിക്കൂറോളം വൈകിയാണ് ഈ വിമാനം പുറപ്പെട്ടത് എന്നതാണ്. അതിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും ദുരിതം സമ്മാനിച്ച ഒരു തമാശയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇയാളെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെയും വിമാനത്തിൽ നിന്ന് അതുതന്നെയാണ് കാരണം ഈ പിടിക്കപ്പെട്ട ശേഷം പ്രശാന്ത് പറഞ്ഞ കാര്യമാണ് ഏറെ ഗൗരവത്തോടെ കാണേണ്ടത്. കാരണം ഒരു തമാശയ്ക്ക് പറഞ്ഞതാണെന്ന്. ഇതേ രീതിയിൽ ഒരാളെ ഭീഷണിപ്പെടുത്താൻ അല്ലെങ്കിൽ പകവീട്ടാൻ, വിമാന കമ്പനിയോട് പകവീട്ടാൻ വേണ്ടിയൊക്കെ വ്യാജ ഭീഷണി മുഴക്കുക, ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ യാത്രക്കാർ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണം. പലർക്കും അതിന്റെ ആശങ്ക ഉണ്ടാകാം. അതല്ലെങ്കിൽ ഇതിന്റെ സമയനഷ്ടം, പിന്നീട് പരിശോധിക്കാൻ വേണ്ടി അവിടുത്തെ സേനാ വിഭാഗങ്ങൾ ഒന്നടങ്കം രംഗത്തിറങ്ങേണ്ട അവസ്ഥ. പലരും ഇതൊരു തമാശയായി കാണും. പക്ഷേ ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഇത് കടുത്ത നടപടി സ്വീകരിക്കേണ്ടതല്ല. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യാജ ഭീഷണി മുഴക്കിയ ഒരു യുവാവിനെ ഇതുപോലെ കേസെടുത്ത് പിന്നീട് ജാമ്യത്തിൽ പുറത്തുവിടുന്നു. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ, വ്യാജ ബോംബ് ഭീഷണി ഉൾപ്പെടെ മുഴക്കിക്കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു നടപടിയായിരിക്കും, ശിക്ഷാ നടപടിയായിരിക്കും ഉണ്ടാവുക ഡാനി? ടോം, അത് കഴിഞ്ഞ മാസം സമാനമായ രീതിയിലൊരു സംഭവമുണ്ട്. അതൊരു ലണ്ടനിലേക്ക് പോകുന്ന യാത്രക്കാരനായിരുന്നു, മലപ്പുറം സ്വദേശിയായിരുന്നു. വിമാനത്തിൽ നിന്ന് ഇവിടെ നാട്ടിലേക്ക് വരുമ്പോൾ ആ വിമാനത്തിൽ നിന്ന് കഴിച്ച ഭക്ഷണം മൂലം തന്നെ കുഞ്ഞിന് അസുഖം പിടിപെട്ടു. അതുകൊണ്ട് തിരിച്ചുള്ള യാത്ര വൈകും. അപ്പോൾ അതുകൊണ്ട് ആ വിമാന കമ്പനി തനിക്ക് ടിക്കറ്റ് നൽകേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇയാൾ നേരത്തെ തന്നെ പറയുകയും പരാതി മുഴക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനുശേഷം തിരിച്ച് ഇയാൾ ആ വിമാനം പിന്നീട് ഇയാളുടെ അഭ്യർത്ഥന, ഇയാളുടെ ഒരു ആവശ്യം അവർ നിരാകരിക്കുകയായിരുന്നു. പക്ഷേ മടങ്ങുന്ന ആ വിമാനത്തിന് ഇയാൾ ചെയ്തത് ബോംബ് ഭീഷണി ഉണ്ട് എന്ന രീതിയിലുള്ള സന്ദേശം അയക്കുകയായിരുന്നു. പക്ഷേ ഇയാളെ അവർക്ക് കൃത്യമായി രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് അന്വേഷണ ഏജൻസികൾക്ക് ഈ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇയാൾ തിരിച്ചു പോകാനായിട്ട് ഇവിടെ എത്തുമ്പോൾ ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു. പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് തൃശ്ശൂർ സ്വദേശിനി അവർ ഇതുപോലെ തന്നെ, അത് മുംബൈയിലേക്കുള്ള വിമാനമായിരുന്നു. മുംബൈയിലേക്കുള്ള വിമാനത്തിൽ ഇതേപോലെ തന്നെ വ്യാജ ബോംബ് ഭീഷണി ഇപ്പോൾ ഈ പ്രശാന്ത് ചെയ്തതുപോലെ തന്നെയുള്ള ഒരു കാര്യമായിരുന്നു. ഇവരും ബാഗേജിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ബോംബാണെന്ന് പറഞ്ഞ് വളരെ എളുപ്പത്തിൽ ആ ഒരു മറുപടി അവർ നടത്തി. പക്ഷേ അവർക്ക് കർശനമായ പരിശോധനകൾ വേണ്ടി വന്നു. അവരുടെ പേരിലും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഈ യാത്രക്കാരുടെ പലപ്പോഴും ചോദിക്കുമ്പോൾ ബോംബാണെന്ന് പറയുന്ന അത്തരം ഈ ബോംബ് മറുപടിക്കാരുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് അധികൃതർ ചെയ്യുന്നത്. കാരണം ഇത് വളരെ നിസ്സാരമായി കാണാവുന്നതല്ല. ഇത്തരം ചിരിച്ചുകൊണ്ട് ഇതിൽ ബോംബാണെന്നെല്ലാം പറയുന്നത്, അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന്
കൃത്യമായ കർശനമായ നടപടികൾ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ നെടുമ്പാശ്ശേരി പോലീസാണ് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ശക്തമായ ശിക്ഷാ നടപടിയാണ് ഇതുപോലെ വ്യാജ ബോംബ് ഭീഷണി മുഴക്കുന്ന ആളുകൾക്കെതിരെ സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. അയോഗ്യമാക്കിക്കൊണ്ടുള്ള തീരുമാനം